നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ ഗുരുതരമായൊരു പീഡന പരാതിയാണ് ഭർത്തൃമാതാവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായതായി യുവതി പരാതിപ്പെട്ടിരിക്കുന്നത്. അതായത് തന്നെ നിർബന്ധിച്ച് പീഡനത്തിന് ഇരയാക്കുന്നു, പീഡിപ്പിക്കാനായി ഭർത്താവ് കൂട്ടുനിൽക്കുന്നു. അതിന് പിന്നാലെയാണ് ഭർത്താവിനും മാതാപിതാക്കൾക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ട് യുവതി പോലീസിൽ പരാതി നൽകിയത്. ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശിനിയാണ് ഭർത്താവും കുടുംബവും നിരന്തരം പീഡിപ്പിച്ചുവെന്ന് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. അതിക്രൂരമായ രീതിയിലുള്ള മർദ്ദന മുറകൾക്കും താൻ ഇരയായിട്ടുണ്ടെന്നാണ് യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് എന്തായിരുന്നാലും ഇതേക്കുറിച്ച് അന്വേഷിക്കുകയാണ്. 2022 യുവതിയും ഗാസിപ്പൂർ സ്വദേശിയുമായ യുവാവും തമ്മിൽ വിവാഹിതരായത്. പക്ഷേ വിവാഹത്തിന് തൊട്ടു പിന്നാലെ നിരന്തരമായി തന്നെ ഭർതൃവീട്ടുകാർ പീഡിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള സ്ത്രീധന ആരോപണങ്ങളും ഇതിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നിരുന്നാൽ പോലും ഏറ്റവും ക്രൂരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഭർത്തൃമാതാവുമായി, അതായത് ഭർത്താവിൻ്റെ മാതാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായി നിർബന്ധിച്ചു. അതിന് വിസമ്മതം മൂളിയപ്പോൾ അതിക്രൂരമായ പൈശാചികമായ പീഡനങ്ങളാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നതെന്നും യുവതി വെളിപ്പെടുത്തുന്നു. അമ്മായിയമ്മ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. 5ൽ കൂടുതൽ തുന്നലാണ് അതിനിടേണ്ടി വന്നിരിക്കുന്നത്. ചോര വാർന്നു പോകുന്നത് കണ്ട് രസിച്ചു. ഭർത്താവിൻ്റെ സഹോദരി തൻ്റെ വസ്ത്രങ്ങളൊന്നും തന്നെ തരാതെ എല്ലാം കൈക്കലാക്കി മോഷ്ടിച്ചു വെച്ചു. 1 മാസത്തിലധികം വീട്ടിൽ മറ്റു വസ്ത്രങ്ങളൊന്നും തന്നെ ധരിക്കാനില്ലാത്ത അവസ്ഥയുണ്ടായി. ഒരേ വസ്ത്രം തന്നെ ധരിക്കേണ്ട പീഡനം, ശാരീരികമായും മാനസികമായും തന്നെ ഒരുപാട് പീഡിപ്പിച്ചുവെന്നും യുവതി പറയുന്നു. ഒരു മുറിയിൽ തന്നെ അടച്ചിട്ട് മാനസികമായി ടോർച്ചർ ചെയ്തു. 2023 തങ്ങളുടെ കുഞ്ഞ് ജനിച്ചത്. എന്നാൽ കുഞ്ഞ് ജനിച്ചതിന് പിന്നാലെ മറ്റൊരു കാരണം കണ്ടെത്തി. കുഞ്ഞിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയും ഉപദ്രവം നിരന്തരമായി. ശാരീരികമായും മാനസികമായും ഇങ്ങനെ പീഡനം കൂടിയപ്പോൾ സഹിക്കവയ്യാതെ നിന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ആട്ടിപ്പായിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ശേഷം അടുത്തുള്ള വീട്ടുകാരൊക്കെ ഇടപെട്ട് സംസാരിച്ച ശേഷമാണ് വീട്ടിൽ കയറ്റിയത്. എന്നാൽ ഇതിനിടയിൽ തൻ്റെ പിതാവ് ഒരു ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കാണാനായി എത്തിയ വേളയിലായിരുന്നു ഇതുവരെ താൻ അനുഭവിച്ച ദുരിതങ്ങളും തുറന്നു പറഞ്ഞത്. ഈ ഉപദ്രവം മനസ്സിലാക്കിയ യുവതിയുടെ പിതാവ് പെൺകുട്ടിയെയും കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. ശേഷം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനും തീരുമാനിച്ചു. എന്നാൽ പരാതി കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായി ഭർത്താവിൻ്റെ വീട്ടുകാർ യുവതിയുടെ പിതാവിനെ വിളിച്ച് അനുനയ ചർച്ചയ്ക്കായി, സന്ധി ചർച്ചയ്ക്കായി വിളിച്ചു വരുത്തിയിരുന്നു. ശേഷം യുവതിയും പിതാവും ഭർത്താവിൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു. എന്നാൽ അവിടെ വെച്ചും വാക്തർക്കമുണ്ടായി, സംഘർഷമുണ്ടായി. പിന്നാലെ ശക്തമായി പരാതി നൽകാൻ പോലീസിനെ സമീപിക്കുകയായിരുന്നു ഈ യുവതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.